ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ എണീറ്റ് പള്ളിയിൽ പോയിട്ട് ഇവിടെ 7 മണിക്കായിട്ട് കുർബാന. അപ്പോൾ ഒരു ചുരിദാർ ഇട്ടു. അതിന് ശേഷം ലാക്മിയുടെ പുതിയ മോയ്സ്ചറൈസർ ക്രീമാട്ടോ യൂസ് ചെയ്യണത്. ഫസ്റ്റ് ടൈമാട്ടോ യൂസ് ചെയ്യണത്. കുഴപ്പമില്ല. മുന്നൊരു അലോവേര ജെല്ലാം യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ക്രീമി ടെസ്റ്ററാട്ടോ ഇതിൻ്റെ. അങ്ങനെ 10 മണിക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് പകുതി മേക്കപ്പ് ഇപ്പോഴും പകുതി അപ്പോഴും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ NYBയുടെ ഫൗണ്ടേഷനും സ്ട്രോക്ക് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു കേട്ടോ. സൺക്രീം എനിക്ക് നല്ലത് കിട്ടാത്ത കാരണം ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഉള്ള സൺക്രീം യൂസ് ചെയ്യുമ്പോൾ ഒരുമാതിരി കറുത്ത പോലെ. അപ്പം ഞാൻ സൺക്രീം അവോയ്ഡ് ചെയ്തു. പിന്നെ കണ്ണ് മുകളിൽ എഴുതി കൊടുത്തിട്ടില്ല, ഉള്ളിൽ ലൈറ്റായിട്ട് കൺവെൻഷൻ കൊണ്ട് എഴുതി കൊടുത്തു. പിന്നെ മസ്കാര ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം വാച്ച് കെട്ടി, മുടി കെട്ടി, ചെറിയൊരു റൗണ്ട് കമ്മലിട്ട് കൊടുത്ത് ഷാളിട്ട് അങ്ങനെ പള്ളിയിൽ പോയിട്ടാണ്. ബാക്കി തിരിച്ച് വന്നതിന് ശേഷമാട്ടോ ബാക്കി മേക്കപ്പ് ചെയ്തത്. വെയിൽ കൊണ്ട് വന്ന കാരണം മേക്കപ്പ് ലേശം പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ NYBയുടെ ഫൗണ്ടേഷൻ കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ വൈറ്റ് ടോണിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ പിരികെഴുതി കണ്ണെഴുതി കൊടുത്തു, ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ബാക്കി ഫേസിലെ കാര്യങ്ങളൊക്കെ ചെയ്തു. ചുരുണ്ട മുടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ മുടി കെട്ടാനായിട്ട്. കാപ്പി കളറ് ഡ്രസ്സായിരുന്നു കേട്ടോ. അതിട്ടപ്പോൾ എന്തോ കളറ് കുറഞ്ഞ പോലെ. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റി പിടിച്ച്. അപ്പം പിന്നെ ഒരു തടവള ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ താലിമാല ഇട്ട് കൊടുത്തു. കുഞ്ഞൊരു ഡയമണ്ട് നെക്ലസ് കൊണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗോൾഡൻ പൊട്ടും കുത്തിയിട്ടാണ്. ചുരുണ്ട മുടി ആയതുകൊണ്ട് എൻ്റെ പൊന്നെ എങ്ങനെ കിട്ടിയാലും ഭംഗി വരും. ലാസ്റ്റ് ഒരു വിധം ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് ഞാൻ അങ്ങനെ. പിന്നെ ഞാൻ ഇയറിങ് ആദ്യം എടുത്തത് ഒരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു. പിന്നെ അതും എനിക്ക് മാച്ച് തോന്നിയില്ല. അപ്പം ഞാനത് മാറ്റിയിട്ട് വേറെ റൗണ്ട് കമ്മലാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ ഔട്ട്ഫിറ്റ് റെഡിയാക്കി. അപ്പോഴേക്കും സ്പ്രേ അടിച്ചപ്പോൾ പിന്നാലെ കൂടി സ്പ്രേ അടിച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഷാളിട്ടിട്ട് റെഡിയായി ഞങ്ങൾ കല്യാണത്തിന് പോയി. കല്യാണത്തിന് ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ക്രിസ്ത്യാനികളുടെ വെഡിങ് പോലെയല്ല, ഫുൾ സദ്യ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അവിയൽ വന്നു, മട്ടൻ വന്നു, അങ്ങനെ പലകറികളും വന്നു. ലാസ്റ്റ് ഞാൻ ചോറിൽ കുഴികുത്തി സാമ്പാർ ഉണ്ടാക്കി. പിന്നെ തിന്നണ വീഡിയോ ഞാൻ എടുത്തില്ല. ആസ്വദിച്ച് തിന്നുമ്പോൾ ഇതിനെ വീഡിയോ എടുക്കണേ. അപ്പം ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിച്ചേക്ക് പനിയായാലും ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഞാൻ പാലട പായസം മാത്രമായിട്ടാണ് കഴിച്ചുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുന്ന നേരത്താണ് ഇവന്മാർക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ 1 മണി നേരത്ത് പാർക്കൊന്നും ഇല്ലയെന്ന്. അവിടെ പോയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട് കണ്ടപ്പോൾ മൂത്തോനെ ഇളക്കി. ഫുൾ ബഹളം, അടി ഇടി പിടി ബഹളം. അയ്യോ. പിന്നെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ആ സൈഡിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ ഐസ്ക്രീം തിന്നു. ഞാനും ഡുഡും ചോക്കോബാറായിട്ടാണ് കഴിച്ചത്. വലിയ ചോക്കോബാറായതുകൊണ്ട് അവൻ അക്കുമ്മയ്ക്ക് കൊടുത്തു. അവൻ എന്താ ചെയ്തത്, അത് താഴ്ത്തിക്ക് ഇട്ടു. എന്നിട്ട് താഴ്ത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കലാപമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പം ഇന്നത്തെ ദിവസം